ഒരു പൊതുപരിപാടിയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ തിരുവനന്തപുരത്തെ MP മുഖ്യമന്ത്രി അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊന്നും മെട്രോ നടത്താനേ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ കേട്ടോണ്ടിരിക്കും, ഒരു ലിഫ്റ്റിലാണ്. അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം പെട്ടെന്ന് എല്ലാ കാര്യത്തിനും അങ്ങനെ തിരിച്ച് മറുപടി പറയുന്ന ഒരാളല്ലാത്തതുകൊണ്ട് അദ്ദേഹം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരവും മറ്റ് ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി, ഇപ്പോൾ പ്ലാൻ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി, ഓൺ ഫണ്ട് ഉൾപ്പെടുത്തി ഏറ്റവും കൂടുതൽ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് തിരുവനന്തപുരം നഗരസഭയാണ്. ഒരിക്കലും മറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വമുള്ള ഒരാൾക്കും അത് മറക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ ഞാൻ 2 ഘട്ടങ്ങളിൽ അത് കണ്ടിട്ടുണ്ട്. 2 തവണ ഞാൻ അത് കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് വന്ന് വീട് കൊടുക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് പറയുന്നത് ഈ പാർക്കിന്റെ ഉദ്ഘാടനത്തിന്റെ പോസ്റ്റ് ഇട്ടാലും എൻ്റെ താഴെ മെട്രോ എന്നുണ്ടാവും. തിരുവനന്തപുരം ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉൾപ്പെടെയുള്ള 2 ലക്ഷത്തിലധികം വരുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ പല കാരണങ്ങളാൽ തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന ജനതയുള്ള സ്ഥലമാണ്. അപ്പോൾ അവരുടെ ജീവിതാവശ്യങ്ങൾ എന്താണ്? ഇപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടാകാം, മറ്റ് പഠിക്കാൻ പോകുന്നവരുണ്ടാകാം. അങ്ങനെയായിരിക്കണം മെട്രോ ഉണ്ടാകേണ്ടത്. അല്ലാതെ ആരും പോകാത്ത വഴിയിൽ മെട്രോ വെച്ചിട്ട് കാര്യമില്ല. വ്യക്തിപരമായി എനിക്കെതിരെ ഉൾപ്പെടെ നടക്കുമ്പോഴാണ് നമ്മൾ പല വാർഡുകളിലും പരിപാടിക്ക് പോകുമ്പോൾ ജനങ്ങൾ തന്നെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിലൊന്നും ഒരു പ്രയാസമൊന്നും വിചാരിക്കേണ്ടത്. അതാണല്ലോ നമ്മുടെ ശക്തി, നമ്മുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത് അതാണല്ലോ. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് 4 ഉപതെരഞ്ഞെടുപ്പുകൾ കോർപ്പറേഷനിൽ നടന്നത്. 4ഇടത്തും ഇടതുപക്ഷം ജയിച്ചു. ഒരു BJPയുടെ വാർഡ് ഉൾപ്പെടെ തിരിച്ചു പിടിച്ചു. എന്നിട്ടും പറയുകയാണ് ഇതാകെ കുഴപ്പമാണ്. ഇപ്പൊ ആര്യ രാജേന്ദ്രനും രേഷ്മയും അരുവാപ്പുലത്തെ രേഷ്മയും ശാരദിയും ഒക്കെ ഇടതുപക്ഷത്തിന്റെ മോഡലുകളാണ്. ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ആശയമാണ്. ആ ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇന്ന് പലരും ഇപ്പൊ നെട്ടോട്ട് ഓടുകയാണ് യുവജനങ്ങളെ മത്സരിപ്പിക്കാൻ. ഒരുപക്ഷെ ഡീസെൻട്രലൈസ്ഡ് എന്നുള്ള നിലയിൽ, ഞാൻ എപ്പോഴും പറയും ഡീസെൻട്രലൈസ്ഡ് എന്നുള്ള നിലയിൽ വലിയ മാതൃകകൾ തീർത്തത് തിരുവനന്തപുരത്താണ് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നുണ്ട്. അത് കളക്ഷന്റെ കാര്യത്തിലാകട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആകട്ടെ, എങ്ങനെയാണ് നമ്മളത് ക്രമീകരിക്കുന്നതാകട്ടെ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമാണ്. ഈ മാസം 1000 ടൺ വേസ്റ്റാണ് ഈ ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നമ്മളിപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ വായു മലിനീകരണമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പോൾ ഇന്ന് നഗരത്തിലോടുന്ന 115 ഇലക്ട്രിക് ബസ്സുകൾ, 115 ഇലക്ട്രിക് ബസ്സുകൾ ഇവിടെ കൂടി ഓടി ഡീസൽ കത്തി നശിക്കുമ്പോൾ ഉണ്ടാകുന്ന, കത്തിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന വായു മലിനീകരണം എത്രയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര മാറ്റം നമ്മുടെ തിരുവനന്തപുരത്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത്രയും വലിയൊരു നഗരത്തിലെ ഏറ്റവും ശുദ്ധവായു കിട്ടുന്ന, ഏറ്റവും നല്ല ശുദ്ധവായു കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അത് നമ്മുടെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് 101 വാർഡിൽ, ഇപ്പോൾ 100 വാർഡായിരുന്നത് 101 വാർഡായി, 101 വാർഡിലും പോയി ജനങ്ങളോട് നടത്തിയ വികസനം പറയാം എന്ന് പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറല്ല, രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നത് പദവി അലങ്കരിച്ചാണ് ആര്യ തിരുവനന്തപുരം തലസ്ഥാനത്തിന്റെ തന്നെ മേയർ പദവി ഏറ്റെടുക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പോലും സോറാൻ മംദാനിയെ പോലും പ്രചോദിപ്പിക്കുന്ന ഒരു ഐക്കണായിട്ട് മാറിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷക്കാലത്തെ ഒരു വികസനം ഉണ്ടല്ലോ, തിരുവനന്തപുരം ഒരു സ്മാർട്ട് സിറ്റി ആകുന്നു, ഇവിടെ വരുന്ന വികസനങ്ങൾ. അപ്പോൾ അതിനതിൽ കോർപ്പറേഷൻ നടപ്പാക്കിയ പദ്ധതികളിൽ ഏറ്റവും ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയ പദ്ധതി ഏതായിരിക്കും? ഒന്ന്, മേയർ എന്നുള്ള നിലയിൽ സ്വാഭാവികമായിട്ട് എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഇടപെടേണ്ടി വരും. ഏത് ചെറിയ പദ്ധതി മുതൽ ഏത് വലിയ പദ്ധതി എടുത്താലും സ്വാഭാവികമായി മേയർ എന്നുള്ള നിലയിൽ, മേയറായാലും ഡെപ്യൂട്ടി മേയറായാലും പ്രത്യേകിച്ച് എല്ലാ പദ്ധതികളിലും ഇടപെടേണ്ടി വരും. അപ്പോൾ എല്ലാ പദ്ധതികളും എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകിയ പദ്ധതിയാണ്. പിന്നെ സ്വാഭാവികമായിട്ടും ചില പ്രതിസന്ധികൾ ഉണ്ടാവുമല്ലോ. നമ്മൾ ചില വികസനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ പ്രതിസന്ധികളെ തരണം ചെയ്ത് നമ്മൾ അതിനെ ഒരു കംപ്ലീഷനിലേക്ക്, ഒരു റിസൾട്ടിലേക്കൊക്കെ കൊണ്ടുവരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയ സമയങ്ങളുണ്ട്. അതിലൊന്ന് നമ്മുടെ സ്ലോട്ടർ ഹൗസാണ്. സ്ലോട്ടർ ഹൗസ് നമുക്കറിയാം പണ്ട് മുതൽ പ്രവർത്തിച്ചിരുന്ന ഒരു അറവുശാല, ഒരു രീതിയിലും ആധുനിക രീതിയിലല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഒരു അറവുശാല. പണ്ട് PCBയുടെ ഒന്നും ക്ലിയറൻസ് ഇല്ലാതെ, NOC ഇല്ലാതെ പൂട്ടിപ്പോയ ഒരു അറവുശാലയാണ് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. വർഷങ്ങളായി ഇങ്ങനെ പൂട്ടിക്കിടക്കുന്നു. അത് പ്രാവർത്തികമാക്കാൻ, അത് തുറന്ന് പ്രവർത്തിക്കാൻ മുന്നത്തെ ഭരണസമിതി തൊട്ടുള്ള പ്രവർത്തനം തുടങ്ങിയതാണ്. പക്ഷെ അന്നും പല പ്രതിസന്ധികൾ വന്നു. സ്വാഭാവികമായിട്ടും ഒരു പദ്ധതി ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന, പ്രത്യേകിച്ച് ക്ലോസ് ചെയ്തു പോയ അല്ലെങ്കിൽ ഒരു പൂട്ടിപ്പോയ ഒരു പദ്ധതി തിരിച്ച് ആധുനികവൽക്കരിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പ്രയാസം നിറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികൾ അത് പൂർത്തീകരിച്ച് അത് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് നമ്മളത് ഉദ്ഘാടനമൊക്കെ ചെയ്തത്. അപ്പോൾ അത് വലിയ സന്തോഷം നൽകിയ പദ്ധതിയാണ്. പിന്നെ പൊതുവേ നഗരത്തിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം നഗരത്തിൽ പൊതുവേ ചില കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് പരിമിതികൾ ഉണ്ടാവും. എന്ന് വെച്ചാൽ സ്ഥലത്തിൻ്റെ ലഭ്യത കുറവ്, അത്തരം പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഡെൻസിറ്റി വളരെ കൂടുതലാണ് നമുക്ക്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ചെയ്യുന്ന പദ്ധതികൾ ഒരുപാട് സന്തോഷം നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ
കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെടുത്ത എനിക്ക് തോന്നുന്നു ലോകരാജ്യങ്ങൾ തന്നെ ശ്രദ്ധിച്ച പദ്ധതിയാണ്. ഇപ്പം നമ്മളെപ്പോഴും പറയും ഈ കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റി ഏറ്റവും കൂടുതൽ സംസാരിക്കുമ്പോൾ ഈ പാരീസ് ഉടമ്പടിയിൽ നിന്നൊക്കെ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ തന്നെ പിന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമായ അതിൻ്റെ പിന്നിലുള്ള റീസൺസിനെ തിരിച്ചറിഞ്ഞ് അതിലൊരു പ്രതിരോധം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഞാനൊരിക്കൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തി വരുമ്പോൾ ഒരിക്കൽ മുംബൈ കോർപ്പറേഷനിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോവുകയാണ്. അപ്പോൾ പോയി അവരുമായിട്ടൊരു ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കണ്ടൊരു കാര്യം, നമ്മൾ കാർബൺ ന്യൂട്രൽ എന്ന് പറയുന്ന ഒരുപാട് ആശയങ്ങൾ അവരെല്ലാം ഡോക്യുമെന്റേഷൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ എക്സിക്യൂഷൻ ലെവലിലൊന്നുമില്ല. പക്ഷെ നമ്മൾ നേരെ തിരിച്ചാണ്. കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ നേരെ തിരിച്ചാണ്. നമ്മൾ ഡോക്യുമെന്റേഷൻ നമുക്ക് കുറവായിരിക്കും, പക്ഷെ എക്സിക്യൂഷൻ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ കാർബൺ ന്യൂട്രൽ എന്നുള്ളൊരു പരിപാടിയിൽ നമ്മൾ ഇത്രയേറെ ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ തന്നെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് അവിടെയാണ്. അത് UN-ന്റെ പുരസ്കാരം കിട്ടുന്നത് അതിനാണ്. ഈ കാലാവസ്ഥാ വ്യതിയാനം, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നുള്ള നിലയിൽ അതിൽ കാലാവസ്ഥാ വ്യതിയാനം അതുമായി ബന്ധപ്പെട്ട ഇത് നടത്തിയതിനാണ്. അപ്പോൾ അതിൽ വലിയ സന്തോഷം തോന്നിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു തുടർ പ്രവർത്തനങ്ങൾ അടുത്ത ഭരണസമിതിക്ക് ചെയ്യാൻ കഴിയുമ്പോൾ കാർബൺ ക്രെഡിറ്റ്സുകളുള്ള, അതായത് നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയിൽ നിന്ന് കാർബൺ ക്രെഡിറ്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അങ്ങനെ കാർബൺ ക്രെഡിറ്റ്സുകളുള്ള ലോകത്തെ ഏക തദ്ദേശ സ്ഥാപനമായിട്ട് തിരുവനന്തപുരത്തിന് മാറാൻ കഴിയും. അപ്പോൾ അതൊക്കെ വലിയ സാറ്റിസ്ഫാക്ഷൻ നൽകിയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സാധാരണ പദ്ധതികളെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ എയർ ക്വാളിറ്റി ഇൻഡെക്സിനെ പറ്റി നമ്മൾ ഒരുപാട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഡൽഹിയിലെ വായു മലിനീകരണമാണ് നമ്മൾ കമ്പയർ ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ ഇന്ന് നഗരത്തിലോടുന്ന 115 ഇലക്ട്രിക് ബസ്സുകൾ, 115 ഇലക്ട്രിക് ബസ്സുകൾ ഇവിടെ കൂടി ഓടി ഡീസൽ കത്തിപ്പോകുമ്പോൾ ഉണ്ടാകുന്ന വായു മലിനീകരണം എത്രയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ എത്ര മാറ്റം നമ്മുടെ തിരുവനന്തപുരത്ത് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ 1970 മുടവൻമുകൾ മിച്ചഭൂമി സമരം നടന്നൊരു സ്ഥലമാണ്. അവിടെ നിന്നാണ് ആര്യ ആദ്യമായിട്ട് വിജയിക്കുന്നതും അതുപോലെ അതിന് തുടർച്ചയായിട്ട് മേയറാകുന്നതും ഒക്കെ. അപ്പം ഈ രാഷ്ട്രീയ ജീവിതത്തിൽ അത് എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടാകും? ആ ഒരു മുടവൻമുകൾ വലിയ എനിക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ചേർത്ത് വെക്കാൻ കഴിയുന്ന ഒരുപാട് അനുഭവങ്ങളുള്ള സ്ഥലമാണ്. നമ്മൾ ജനിച്ച് ഒരു പ്രായമെത്തുമ്പോൾ നമുക്ക് അറിവ് വരുന്ന പ്രായം തൊട്ട് വീട്ടിൽ, ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, വീട്ടിലെല്ലാം ഒരു പാർട്ടി ഫാമിലിയാണ് എൻ്റെ ഫാമിലി. അപ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണ ഒരു പൊളിറ്റിക്കലി ഇതായിട്ടില്ലാത്തൊരു കുടുംബത്തിൽ പറയുന്നതിനേക്കാൾ കൂടുതൽ സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ വീട്ടിൽ ഈ സമരങ്ങളെ പറ്റിയൊക്കെ ചർച്ച കിടക്കും. അപ്പോൾ ആ സമയത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അന്ന് സഖാവ് AKGയുടെ നേതൃത്വത്തിലാണ് അവിടെ സമരം നടക്കുന്നത്. നമ്മുടെ വാർഡിൽ തന്നെ സഖാവ് അപ്പൂനെ പോലെയുള്ള ഈ AKG സഖാവിൻ്റെ കൂടെ ഈ സമരത്തിൽ പങ്കെടുത്ത നിരവധിയായിട്ടുള്ള ആളുകൾ താമസിച്ചിട്ടുണ്ട്. അവരൊക്കെ പിന്നെ പ്രായമായി മരണപ്പെട്ടു പോയതാണ്. ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും അങ്ങനെ ഒരു കുടുംബം എൻ്റെ വാർഡിലുണ്ട്. അപ്പു സഖാവിൻ്റെ ഉൾപ്പെടെയുള്ള കുടുംബം എൻ്റെ വാർഡിലുണ്ട്. അപ്പോൾ അത് വലിയൊരു ആവേശമാണ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ രംഗത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു സമരം നടന്ന ഒരു പോരാട്ട ഭൂമിയിൽ നമ്മൾ നിൽക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് നമുക്കുണ്ടാവും. അത് അങ്ങനെ കരുതുന്നവർക്ക് അത് എപ്പോഴും ഉണ്ടാവും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് മത്സരിക്കുമ്പോൾ ഇപ്പോൾ മുടവൻമുകളിലെ തന്നെ ചരിത്രം നോക്കിയാൽ വാർഡ് രൂപീകരിച്ചതിന് ശേഷം സഖാവ് മുരുകേശൻ മുതൽ എനിക്ക് തൊട്ടു മുൻപ് വരെയുള്ള സഖാവ് ഗോപകുമാർ, ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് മത്സരിക്കുന്നത്, അദ്ദേഹം വരെയുള്ള ഇടതുപക്ഷത്തിൻ്റെ കൗൺസിലർമാരാണ് കൂടുതൽ. ഒരു തവണ വനിതാ വാർഡ് വന്നപ്പോഴാണ് മറ്റൊരു കോൺഗ്രസിനേക്ക് അത് പോയത്. അപ്പോൾ വാർഡിൻ്റെ ചരിത്രം അങ്ങനെയാണ്, വാർഡിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. എന്ത് പറഞ്ഞാലും നമ്മുടെ സഖാക്കൾക്ക് ആവേശമാണ്. അപ്പോൾ അത് കീപ്പ് ചെയ്യണം എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതലയായിരുന്നു. ഞാൻ ആ ആവേശം ഒരിക്കലും ചോർത്തിക്കളയുന്ന ഒരാളാവരുത് എന്നുള്ളത് മുടവൻമുകളിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ രാഷ്ട്രീയ രീതികൾ അങ്ങനെയാണ്, സംഘടനാ രീതികൾ അങ്ങനെയാണ്. അപ്പോൾ ഈ സമരവും അതുപോലെ തുടർന്ന് വന്നിട്ട് അവിടെ കുടിവെള്ളത്തിന് വേണ്ടി പണ്ട് ഈ കൗൺസിലൊക്കെ വന്നതിന് ശേഷം, കോർപ്പറേഷനൊക്കെ വന്നതിന് ശേഷം കുടിവെള്ളത്തിന് വേണ്ടി വലിയ സമരം നടന്നിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി എപ്പോഴും ഓർത്തു വെക്കാൻ കഴിയുന്ന ഒരു ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ് അതൊക്കെ. പിന്നീട് നമുക്ക് പറയാനുള്ളത് തിരുവനന്തപുരം ഇപ്പോൾ ഒരു ടൂറിസം ഹബ്ബ് ആയി മാറുകയാണ്. അപ്പം അതിനകത്തുള്ള റോഡുകൾ നവീകരിക്കുന്നു. ഇപ്പം ഈ മാനവീയ വീതി തന്നെ ഒരു 5 വർഷം മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല. മാനവീയ വീതി ഇവിടെ തന്നെ രാത്രികാലങ്ങളിൽ വരാനും ഒരുമിച്ചിരിക്കാനും അങ്ങനെ ഒരു നൈറ്റ് ലൈഫിന്റെ ഒരു മാതൃകയിലേക്ക് തന്നെ തിരുവനന്തപുരം സിറ്റിയെ മാറ്റിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതെ, നമ്മുടെ ഈ മാനവീയത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇവിടെ രാവിലെ മുതൽ ഇപ്പോൾ വൈകുന്നേരം വരെ നടക്കാൻ കഴിയുന്നൊരു സാഹചര്യം. നമ്മളിപ്പോൾ നടക്കുന്ന ഒരു ഭാഗം വാഹനങ്ങൾക്ക് അത്യാവശ്യം തിരക്കുകളില്ലാതെ തന്നെ പോകാൻ കഴിയുന്ന ഒരു റോഡാണ്. പക്ഷെ വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വഭാവം ആകെ അങ്ങ് മാറും.
ഇപ്പോൾ പുറത്തുനിന്ന് വരുന്നവരൊക്കെ മാനവീയത്തിൽ രാവിലെയും വൈകുന്നേരവും വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ടും എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് എക്സ്പീരിയൻസ് ആണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ ആ നിലയിൽ മാനവീയം ഉൾപ്പെടെയുള്ള ഇത്തരം സ്പോട്ടുകൾ, അതിൽ റോഡ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മുടെ കണക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതിൽ കോർപ്പറേഷൻ ഒരുപാട് എഫേർട്ട് എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ സർക്കാരും, നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്താലും സർക്കാരിൻ്റെ ഒരു സപ്പോർട്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇതുപോലെ വിമർശിക്കപ്പെട്ട, ഇതുപോലെ എനിക്ക് തോന്നുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു തദ്ദേശ സ്ഥാപനത്തിനെ അതിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി ഇത്രയും വേട്ടയാടിയിട്ടുണ്ടോ എന്ന് തന്നെ നമുക്ക് സംശയമാണ്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഒരു ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മളെ എപ്പോഴും ഇത്തരം പ്രവർത്തനങ്ങൾ എടുക്കാൻ ഇതാക്കുന്നത്. ഇങ്ങനെ മാനവീയം ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ മുൻപ് പഴയ ചിത്രങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചാൽ ഇതായിരുന്നോ നമ്മുടെ മാനവീയം എന്ന് നമുക്ക് ചോദ്യം വരും, നമുക്കൊരു ആശങ്ക വരും. അത് ഇവിടെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ഇടം, അത് ഇപ്പോഴും സ്ത്രീകളുടെ കൂട്ടായ്മ, അവരെല്ലാവരും വന്നിവിടെ ഇരിക്കുന്ന പഞ്ചമിയുടെ പേരിലുള്ള ഒരു പെണ്ണിടം നമുക്കിവിടെ നിർമ്മിക്കാൻ വേണ്ടി കഴിഞ്ഞു. ഒരു ലൈബ്രറി ഇവിടെ സ്ഥിരമായി പ്രവർത്തിക്കുന്ന സാഹചര്യം. അങ്ങനെ എല്ലാവർക്കും സാധ്യമായ നിലയിലുള്ള ഒരു കാര്യമായി നമ്മുടെ മാനവീയം മാറി എന്നുള്ളതാണ്. അതിൽ റോഡിന് പ്രാധാന്യമുണ്ട്, കൾച്ചറിന് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം കവിത ചൊല്ലുന്നവരുണ്ട്, പാട്ട് പാടുന്നവരുണ്ട്, ഡാൻസ് കളിക്കുന്നവരുണ്ട്. അങ്ങനെ കൾച്ചർ എന്നുള്ള നിലയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വന്നു എന്നുള്ളതാണ്. അതൊരു ടൂറിസത്തിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ അതിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്തരം റോഡുകളുടെ ഇതാവട്ടെ, മാനവീയത്തിൻ്റെ വർക്കുകളാകട്ടെ, ഇതെല്ലാം ഏറ്റെടുക്കുന്നതിൽ നേരത്തെ സർക്കാർ എന്നുള്ള നിലയിലും അതിൽ PWD വകുപ്പ്, ടൂറിസം വകുപ്പ്, മിനിസ്റ്ററുടെ നേതൃത്വത്തിൽ തന്നെ ഒരുപാട് സഹായം നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്ന പദ്ധതികളാണ് ഇതെല്ലാം. അപ്പം അതെല്ലാം കംപ്ലീഷനിലേക്ക് വന്ന് ജനങ്ങളാകെ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് നമുക്ക് വലിയ സന്തോഷം തോന്നുന്നത്. അപ്പോൾ അതിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കോർപ്പറേഷനുകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനമാണ്. ഇപ്പം കൊല്ലത്താണെങ്കിലും നമുക്ക് മേയറിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ ചണ്ടി ഡിപ്പോ പോലെയുള്ള മാതൃകാപരമായ പ്രവൃത്തികൾ നടത്തിയിട്ടുണ്ട്. അപ്പം തിരുവനന്തപുരം കോർപ്പറേഷനും ഇപ്പം നമ്മൾ നേരത്തെ നോക്കുകയാണെങ്കിൽ ഇപ്പം മാലിന്യം ഇല്ലാത്തൊരിടമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തിൽ ഈ ഹരിതകർമ്മ സേനാംഗങ്ങളും അവരുടെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് അത് സാധ്യമാക്കിയത് ഈ ഒരു കാലയളവിൽ? ഞാൻ കൊല്ലം മേയറുടെ ഇന്റർവ്യൂ കണ്ടിരുന്നു. അപ്പോൾ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഈ വിളപ്പിൽശാല പൂട്ടിയതിന് ശേഷം നമ്മൾ ശ്രമകരമായ പ്രവർത്തനം, വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് അന്നത്തെ ഭരണസമിതി തൊട്ട് എല്ലാവരും ചെയ്തുകൊണ്ടത്. അത് ഒരു സിസ്റ്റത്തെ തന്നെ മാറ്റിയെടുക്കുകയാണ്. ഒരു സിസ്റ്റം, ഒരു കൃത്യമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം, അത് പല കാരണങ്ങളായി ഡിസ്റ്റർബ്ഡ് ആയിട്ട് അതിനെ തന്നെ നമ്മൾ മാറ്റിയെടുക്കുകയാണ്. അപ്പം അങ്ങനെ മാറ്റിയെടുക്കുമ്പോൾ അതിൽ ജനങ്ങളുടെ സഹകരണം വേണം, അതിന് ഇച്ഛാശക്തിയോടുകൂടി തീരുമാനിക്കാനുള്ള ആളുകൾ വേണം. എന്ത് പ്രശ്നം വന്നാലും പെട്ടെന്ന് ചിലപ്പോൾ റോഡിലൊക്കെ വേസ്റ്റ് വരാം, അത് ക്ലിയർ ചെയ്യാനുള്ള സംവിധാനം വേണം. എനിക്ക് തോന്നുന്നൊരു വാർ റൂം പോലെ പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യം നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അന്ന് നമ്മളൊക്കെ ചെറുതാണ് അന്ന് ആ വിഷയമൊക്കെ നടക്കുമ്പോൾ. അതിനുശേഷമാണ് പിന്നെ കഴിഞ്ഞ ഭരണസമിതിയുടെ നേതൃത്വത്തിലൊക്കെ ഒരുപാട് പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ VK പ്രശാന്ത് അദ്ദേഹം മേയറായിരിക്കുമ്പോൾ, ശ്രീകുമാർ സാഹു മേയറായിരിക്കുമ്പോഴൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ലോട്ടർ ഹൗസ് ഉണ്ടാക്കുന്നതും അത്തരത്തിൽ മാലിന്യ സംസ്കരണമാണല്ലോ ഇതെല്ലാം. പിന്നെ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് ഇപ്പോൾ മാലിന്യം തന്നെ പലതരത്തിലുണ്ട്. ഒന്ന് ലിക്വിഡ് വേസ്റ്റ്, നമുക്കറിയാം ഈ മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ള വേസ്റ്റുകളുണ്ട്, സീവേജ് വേസ്റ്റുകളുണ്ട്, അതുപോലെ തന്നെ ബയോ വേസ്റ്റുകളുണ്ട്, നോൺ ബയോ വേസ്റ്റുകളുണ്ട്. അതിലിപ്പോൾ ഏറ്റവും പ്രധാനം ഈ ബയോ വേസ്റ്റുകൾ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. നമ്മളിപ്പോൾ ജനങ്ങളെ ഒരുപക്ഷെ ഡീസെൻട്രലൈസ്ഡ് എന്നുള്ള നിലയിൽ, ഞാൻ എപ്പോഴും പറയും ഡീസെൻട്രലൈസ്ഡ് എന്നുള്ള നിലയിൽ വലിയ മാതൃകകൾ തീർത്തത് തിരുവനന്തപുരത്താണ് എന്ന് കേന്ദ്ര സർക്കാർ തന്നെ പറയുന്നുണ്ട്. അത് കളക്ഷൻ്റെ കാര്യത്തിലാകട്ടെ, ട്രാൻസ്പോർട്ടേഷൻ ആകട്ടെ, എങ്ങനെയാണ് നമ്മളത് ക്രമീകരിക്കുന്നതാകട്ടെ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനമാണ്. ഇപ്പോൾ ബയോ കമ്പോസ്റ്റർ ബിന്ന് വെച്ച് നമ്മളത് ക്രമീകരിക്കുന്നു. ഇപ്പോൾ ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടേഴ്സ് ഒരു കമ്മ്യൂണിറ്റി ലെവലിലേക്ക് വരുമ്പോൾ തുമ്പൂർ മൊഴിയിലേക്ക് അത് പോകുന്നു, ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടേഴ്സിലേക്ക്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പം നോൺ ബയോ വേസ്റ്റുകൾ നമ്മൾ പ്രതി മാസം 1000 ടൺ വേസ്റ്റാണ് ഈ ഹരിതകർമ്മസേന കളക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലായിരുന്നെങ്കിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഇതെല്ലാം പൊതു റോഡിൽ കിടക്കാം, അല്ലാതെ വീട്ടിൽ തന്നെ നമുക്ക് വെച്ചേക്കാൻ കഴിയില്ലല്ലോ. നമ്മുടെയൊക്കെ ഒരു പൊതുവേ ഉള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് എൻ്റെ വീടും പരിസരവും ക്ലീൻ ആയിരിക്കണം എന്നാണ് നമ്മളെപ്പോഴും ചിന്തിക്കുക. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇത്തരം കാര്യങ്ങൾ മാലിന്യ നിർമ്മാർജ്ജനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഒരു ഫ്ലോ പോലെ നടന്നില്ലെങ്കിൽ
നമുക്ക് വിസിബിളായി കാണാൻ കഴിയും. ഇന്ന് തിരുവനന്തപുരത്ത് അത്തരത്തിൽ ഒരു മാലിന്യ കൂമ്പാരം ഇല്ല എന്നുള്ളത് ഒരു ജനങ്ങൾക്കും കൂടി കൊടുക്കേണ്ട ഒരു ക്രെഡിറ്റ് ആണ്. അതിൽ വലിയ സംഭാവന ഹരിതകർമ്മസേനയ്ക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ കാണുന്നു. അതും ഈ സർക്കാർ വന്നതിന് ശേഷം ഏറ്റവും ആദ്യം ഹരിതകർമ്മസേന രൂപീകരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഇന്ന് 1200ഓളം വരുന്ന ചേച്ചിമാർ അതിൽ വർക്ക് ചെയ്യുന്നു. അവർ എനിക്ക് തോന്നുന്നു 1 ലക്ഷം വരെ ഈ കളക്ഷൻ നടത്തി ഒരു മാസം 1 ലക്ഷം രൂപ വരുമാനം കണ്ടെത്തുന്ന ഹരിതകർമ്മസേന അംഗങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ അവർക്കും ഒരു സാമ്പത്തികമായ ഒരു മാലിന്യത്തിൽ നിന്ന് ഒരു സാമ്പത്തികം എന്ന് പറയുന്ന രീതിയിൽ, വരുമാനം എന്ന് പറയുന്ന രീതിയിലൊക്കെ അവർ ഒരുപാട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നൊരു കാര്യം. മറ്റൊരു എന്ന് വെച്ചാൽ ഇതൊരു കുറച്ചുകൂടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ഇതാണ്. 21 വയസ്സിൽ മേയർ ആകുന്നു. അപ്പം പ്രതിപക്ഷത്തിന്റെ ഏറ്റവും വലിയ ഒരു ആരോപണമാണ് 21 വയസ്സിൽ ഈ മേയർ സ്ഥാനം അലങ്കരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ആക്ഷേപങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളും. അപ്പോൾ അതിനെയൊക്കെ അതിജീവിക്കുന്ന മേയർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും അവാർഡുകളാണ് കിട്ടിയത്. അപ്പം അത് കേന്ദ്ര സർക്കാരിൻ്റേത് ഉൾപ്പെടെ. അപ്പം അതിനെ എങ്ങനെയാണ് ഒരു അതിജീവിച്ചതും ആ അച്ചീവ്മെന്റിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് 2020 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഡിക്ലറേഷൻ വരുമ്പോൾ എല്ലാവർക്കും ആശങ്കയുള്ളവരുണ്ടാകും, അതുപോലെ ഇതിനെ വലിയൊരു പ്രതീക്ഷയോടുകൂടി കാണുന്നവരുണ്ടാകും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അതിൽ ഈ ആശങ്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ, പ്രത്യേകിച്ച് സ്വാഭാവികമായിട്ട് മറ്റ് രാഷ്ട്രീയത്തിലുള്ളവരായിരിക്കും ഈ ആശങ്കയൊക്കെ പ്രകടിപ്പിക്കുക. അല്ലാതെ ചിലപ്പോൾ ഈ ഒരു മേയർ എന്ന് പറയുന്ന ഒരു പദവിയെ പറ്റി ഇത്രയും വലിയൊരു പദവിയാണ് എന്നൊക്കെ അറിയുന്നവർക്കൊക്കെ ചിലപ്പോൾ ആശങ്കയുണ്ടാവും. അപ്പം അന്ന് പറഞ്ഞിരുന്നത് ഇതാരെങ്കിലും നിയന്ത്രിക്കുന്ന ഒരാളായിരിക്കും എന്നാണ്. ഇന്ന് ആ വാദം ഇല്ല എന്നുള്ളതാണ് പ്രധാനം. ഇന്നിപ്പോൾ വാദം വേറെയാണ്. അഹങ്കാരി എന്നും ധിക്കാരി എന്നൊക്കെയാണ്. ഞാൻ വിചാരിക്കും, ഇപ്പോൾ ഒരു സ്ത്രീ, പ്രത്യേകിച്ച് സ്ത്രീകൾ അധികാര സ്ഥാനത്തേക്ക് വരുമ്പോൾ, ഒരു ഡിസിഷൻ മേക്കർ ആകുമ്പോൾ പറയാൻ കഴിയുന്ന 2 കാര്യമാണ്. ഇപ്പോൾ ഒന്ന് കുറച്ച് പതുക്കെയൊക്കെ, എനിക്ക് തോന്നുന്നു എന്നെക്കാൾ മുതിർന്ന ആളാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ കുറച്ച് പതുക്കെയൊക്കെ സംസാരിക്കുന്ന ആളാണെന്നാണ് ഞാൻ 2-3 ഇൻ്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ മനസ്സിലാക്കി. നമ്മൾ അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മളെ പെട്ടെന്ന് പറയുക ഒരു അത്ര ഇതൊന്നുമില്ല, മറ്റാരോ പറയുന്നത് വെച്ചിട്ടൊക്കെ പറയുന്നതാന്ന് പറയും. നമ്മൾ കുറച്ച് സ്ട്രോങ് ആയി, അത് ആളുകളുടെ ഒരു ക്യാരക്ടേഴ്സ് ആണല്ലോ. അപ്പോൾ നന്നായി ഒച്ചത്തിൽ സംസാരിക്കുക, അല്ലെങ്കിൽ പതുക്കെ സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്റെ ഒരു മാറ്റമാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന ഒരാളെ ഒരു സ്ത്രീയെ കണ്ടാൽ പറയും ഇത് മറ്റാരെങ്കിലും നിയന്ത്രിക്കുന്ന ആളാണ് എന്നാ പറയുക. നമ്മൾ കുറച്ച് സ്ട്രോങ് ആയി ഡിസിഷൻ എടുക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ധിക്കാരികളും തൻ്റെടികളാവും. നമ്മൾ എവിടെയെങ്കിലും ഒരു പുരുഷനെ, ആ പുരുഷൻ കുറച്ച് പാവമായതുകൊണ്ട് മറ്റൊരാൾ നിയന്ത്രിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരു പുരുഷൻ വളരെ സ്ട്രോങ് ആയി കാര്യങ്ങൾ പറഞ്ഞെന്ന് കേട്ടിട്ട് അവനൊരു ധിക്കാരിയാണ്, അയാളൊരു ധിക്കാരിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആരും കേട്ടിട്ടില്ല. ഇതാണ് ഇതിന്റെ വ്യത്യാസം. സ്ത്രീകളുടെ കാര്യത്തിൽ വരുമ്പോൾ അവരൊരു ഡിസിഷൻ മേക്കർ ആകുമ്പോൾ, അതായത് ഞാൻ ഉൾപ്പെടെ വരുന്ന സമൂഹം, അതായത് മറ്റൊരാളെ ഉൾപ്പെടെ വരുന്ന ഒരു സമൂഹത്തിൽ ഒരു സ്ത്രീയാണ് ഡിസിഷൻ എടുക്കുന്നത്. അതിൽ പ്രായം കുറഞ്ഞ സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ അത്ര പോലും സഹിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ കാണുന്നുള്ളൂ. നമ്മുടെ മനോഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇങ്ങനെ മാറ്റമില്ലാത്ത ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചുമതല കിട്ടുമ്പോൾ, ഒരു ചുമതല ലഭിക്കുമ്പോൾ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ്. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസമാണ്. അപ്പം അങ്ങനെ ഒരു ചുമതല നൽകുമ്പോൾ ആ ചുമതലയിൽ എങ്ങനെയാണ് വിട്ടുവീഴ്ചയില്ലാതെ പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ വിശ്വസിച്ച് ഒരു ചുമതല നൽകുന്നു. അപ്പോൾ ഈ ഇന്റർവ്യൂ ഏൽപ്പിക്കുമ്പോൾ അതിൽ നീതി പുലർത്തുക എന്നാണല്ലോ നമ്മളൊക്കെ കരുതുക. നമ്മളൊരു ചുമതല ഏൽപ്പിക്കുമ്പോൾ നമ്മളതിൽ നീതി പുലർത്തുക എന്നത് മാത്രമേ എൻ്റെ ചിന്തയുള്ളൂ. അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. ഞാൻ പറഞ്ഞതുപോലെ ഒരു സംഭാഷണത്തിൻ്റെ ഇടയിലോ ഒരു ഇന്റർവ്യൂവിലോ ഒരു പക്ഷെ ഒരു പൊതുയോഗത്തിലോ പറഞ്ഞു തീർക്കാൻ 5 വർഷത്തെ പ്രവർത്തനമാണല്ലോ നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. പറഞ്ഞു തീർക്കാൻ കഴിയാത്ത അത്രയും വലിയ കാര്യങ്ങൾ നമ്മുടെ നഗരത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അതിൽ സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡോക്യുമെൻ്റ് ചെയ്ത് ചില അവാർഡുകൾക്ക് പരിഗണനയിൽ വരുമ്പോൾ അവാർഡുകൾ ലഭിക്കുന്നതുണ്ടാകും. അപ്പോൾ അതിൽ അവാർഡുകൾ പ്രധാനം തന്നെയാണ്. ഇപ്പോൾ പല ഘട്ടത്തിലും നമ്മളിപ്പോൾ ജീവിതത്തിൽ നമ്മൾ പല പരീക്ഷയും എഴുതി വിജയിച്ച് സർട്ടിഫിക്കറ്റുകൾ വയ്ക്കുന്നത് പോലെയാണ് ഒരു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ അവാർഡുകൾ കിട്ടുന്നത്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആകട്ടെ, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആകട്ടെ, UN പോലെയുള്ള ഇടങ്ങളിൽ നിന്നാകട്ടെ, അതെല്ലാം നമ്മളെ സംബന്ധിച്ച് പ്രധാനമാണ്. ഈ അവാർഡുകളെല്ലാം ഉള്ള ഒരു നഗരത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ തിരുവനന്തപുരത്തെ ജനതയ്ക്ക് ഒരു അഭിമാനം ഉണ്ടാവുമല്ലോ. എൻ്റെ നഗരത്തിന് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടി, എൻ്റെ നഗരസഭയ്ക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടി. ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇതെല്ലാം ചെയ്യുന്നത്. മറ്റൊന്ന് വികസന കാര്യങ്ങളിൽ ജനങ്ങൾ ഒപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇപ്പോൾ ഏറ്റവും വലിയ തെറ്റായ പ്രചരണങ്ങൾ ഞങ്ങൾക്കെതിരെ, വ്യക്തിപരമായി എനിക്കെതിരെ ഉൾപ്പെടെ നടത്തുമ്പോഴാണ്
നമ്മൾ പല വാർഡുകളിലും പരിപാടിക്ക് പോകുമ്പോൾ ജനങ്ങൾ തന്നെ എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇതിലൊന്നും ഒരു പ്രയാസമൊന്നും വിചാരിക്കേണ്ടത്. അതാണല്ലോ നമ്മുടെ ശക്തി, നമ്മുടെ ഒരു പിന്തുണ എന്ന് പറയുന്നത് അതാണല്ലോ. അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് 4 ഉപതെരഞ്ഞെടുപ്പുകൾ കോർപ്പറേഷനിൽ നടന്നത്. 4ഇടത്തും ഇടതുപക്ഷം ജയിച്ചു. ഒരു BJPയുടെ വാർഡ് ഉൾപ്പെടെ തിരിച്ചു പിടിച്ചു. എന്നിട്ടും പറയുകയാണ് ഇതാകെ കുഴപ്പമാണെന്ന്. അപ്പം ഞാനതിനെ അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലം കോർപ്പറേഷനിൽ ഉൾപ്പെടെ, തിരുവനന്തപുരത്തുണ്ട്, കൊല്ലം കോർപ്പറേഷനിൽ ഉൾപ്പെടെ 25 വയസ്സിന് താഴെയുള്ള ആളുകളെ മത്സരിപ്പിക്കും ആര്യ രാജേന്ദ്രന്റെ മോഡൽ എന്നാണ് പറഞ്ഞത്. അപ്പൊ ആര്യ രാജേന്ദ്രനും രേഷ്മയും, കരുവാപ്പുലത്തെ രേഷ്മയും ശാരുതിയും ഒക്കെ ഇടതുപക്ഷത്തിന്റെ മോഡലുകളാണ്. ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ആശയമാണ്. ആ ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഇന്ന് പലരും ഇപ്പൊ നെട്ടോട്ട് ഓടുകയാണ് യുവജനങ്ങളെ മത്സരിപ്പിക്കാൻ. അങ്ങനെയെങ്കിലും ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു അഭിമാനം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതായത് പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്ക് പറയാൻ വയ്യ, പക്ഷെ ഞങ്ങൾക്ക് ഇതുപോലുള്ള, അതായത് വലിയ സ്വീകാര്യത ലഭിച്ചു. ജനങ്ങളുടെ ഇടയിൽ പുതിയ തലമുറ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നതിൽ, ജനപ്രതിനിധികളാകുന്നതിൽ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചു എന്ന് തിരിച്ചറിഞ്ഞ്, അത് തിരിച്ചറിവ് മനസ്സിലുണ്ട്. ആ തിരിച്ചറിവിന്റെ ഭാഗമായാണ് ഇപ്പോൾ പല തെരഞ്ഞെടുപ്പിലും പലയിടത്തും, കേരളത്തിൽ പലയിടത്തും പുതിയ തലമുറയിൽപ്പെട്ടവരെ മത്സരിപ്പിക്കാൻ വേണ്ടി തയ്യാറാകുന്നത് എന്നത് മാധ്യമങ്ങളിലൂടെയും നമ്മൾ കാണുന്നുണ്ട്. ഇവരൊക്കെ തന്നെ പറയുന്നുമുണ്ട്. അതിന്റെ ഒരു യുവജന നേതാവ് ഉൾപ്പെടെ പറഞ്ഞു ഞങ്ങളെ പരിഗണിക്കുന്നില്ല എന്ന് പരസ്യമായി മാധ്യമങ്ങളിൽ പറയുന്നുണ്ട്. അതെ അതെ, ശരിക്കും ഇടതുപക്ഷം തുടങ്ങി വെച്ചൊരു അവർക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത്. അതെ അതെ, നമ്മുടെ പേരെടുത്താണെങ്കിൽ പറയുന്നെങ്കിൽ പോലും ഇടതുപക്ഷത്തിന്റെ ഒരു മോഡലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ രേഷ്മയായാലും ശാരുതിയായിരുന്നാലും ആര്യായാലും അങ്ങനെ ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിലുടനീളം ഒരുപാട് പേരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതിനു മുൻപും നമ്മൾ അങ്ങനെ ഒരു മാതൃകയാണ് സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിലും കഴിഞ്ഞ തവണ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ പുതിയ നേതൃത്വം നമ്മൾ വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിലുമുണ്ട്, ഈ തെരഞ്ഞെടുപ്പിലും പുതിയ നേതൃത്വമുണ്ട്, യുവജനങ്ങളുണ്ട് എന്നുള്ളത് ഒരു പ്രത്യേക ഒരു കാര്യം തന്നെയാണ്. നമ്മൾ അംഗീകാരത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ന്യൂയോർക്ക് മേയർ ആയി ഇപ്പം ചുമതല ഏറ്റെടുത്ത സോറാൻ മംദാനി 5 വർഷങ്ങൾക്ക് മുമ്പ് ന്യൂയോർക്ക് നഗരത്തിന് എങ്ങനത്തെ ഏത് തരത്തിലുള്ളൊരു മേയറാണ് വേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ആര്യയുടെ ഫോട്ടോയാണ് ഷെയർ ചെയ്തത്. അപ്പം ഇപ്പം അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് അനുഭാവമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ, അങ്ങനെ ഒരു സോഷ്യലിസ്റ്റ് അനുഭാവമുള്ള ഇടത് യുവ നേതാക്കൾക്ക് ആര്യ ഒരു വഴികാട്ടിയായി. അപ്പോൾ അതെങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? അല്ല, വലിയ സന്തോഷം തോന്നി. ആദ്യം നേരത്തെ തന്നെ അദ്ദേഹത്തിൻ്റെ വാർത്തകളൊക്കെ വന്നപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് വൈറലായതാണ്, പലപ്പോഴും ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹം ന്യൂയോർക്ക് പോലെയുള്ളൊരു സിറ്റിയിൽ മേയറാകുക, പ്രത്യേകിച്ചും ഒരു ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ഒരു പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് എന്ന് പറയുന്ന ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മേയറാകുക എന്നുള്ളത് പെട്ടെന്നൊരു സാധ്യമായ കാര്യമല്ല. ഞാനതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം അവിടുത്തെ ജനതയും എനിക്ക് അഭിനന്ദിക്കണം. കാരണം ട്രംപ് പറഞ്ഞൊരു വിഷയം നമ്മുടെ മുന്നിലുണ്ടല്ലോ, അതായത് സോറാൻ മംദാനിയെ പോലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങളുടെ ഫെഡറൽ ഫണ്ട്സുകൾ തടഞ്ഞു വെക്കുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഒരു നമുക്കറിയാം, ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ച് ഒരാളെ പേടിപ്പിക്കാൻ കഴിയുന്ന, ഒരു ജനതയെ പേടിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഇതിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ആ വാക്കുകൾ, ട്രംപ് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ. പക്ഷെ അതുപോലും തള്ളിക്കളഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് സോറാൻ മംദാനിയെ പോലെയുള്ള ഒരു മേയറെയാണ് ആവശ്യം എന്ന് തിരഞ്ഞെടുത്ത ജനതയെ സത്യം പറഞ്ഞാൽ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അപ്പോൾ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന അത്തരം കാര്യങ്ങൾ, അത്തരം നിലപാടുകൾ, പ്രത്യേകിച്ചും കുടിയേറ്റക്കാർക്ക് വേണ്ടി, സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ ചെയ്തു പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നുള്ള ആശംസ തീർച്ചയായിട്ടുമുണ്ട്. നമ്മളെപ്പോഴും പറയും ഇത്തരം പ്രത്യയശാസ്ത്രങ്ങൾ, പ്രത്യേകിച്ചും ഇങ്ങനെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കമ്മ്യൂണിസം പോലെയുള്ള ഇത്തരം ആശയങ്ങളെല്ലാം ലോകത്ത് അവസാനിച്ചു പോകുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് കിട്ടിയ തിരിച്ചടി കൂടിയാണ്. അപ്പം അങ്ങനെയുള്ള നേതാക്കൾ വരും, അതിൽ യുവജനങ്ങൾ വലിയ പങ്കുവഹിക്കും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അതിൽ വ്യക്തിപരമായി എനിക്ക് സന്തോഷമുണ്ട്. ആ വ്യക്തിപരമായ സന്തോഷത്തിനപ്പുറം ഞാൻ കാണുന്ന സന്തോഷം ഇതുപോലെയുള്ള ആശയങ്ങൾ ലോകത്തെമ്പാടുമുള്ള ജനതയ്ക്ക് ഒരു ആശ്രയമായി തുടരും എന്നുള്ളത് തന്നെയാണ്. പിന്നെ നമ്മുടെ നഗര വികസനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് IT ഹബ്ബാണ്. തിരുവനന്തപുരം ഒരു IT ഹബ്ബായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പം നഗരസഭയുടെ നേതൃത്വത്തിൽ, കോർപ്പറേഷൻ്റെ നേതൃത്വത്തിൽ എത്ര പദ്ധതികളാണ് ഈ ഒരു IT മേഖലയുടെ ഡെവലപ്മെൻറ്റിനായിട്ട് ചെയ്തിട്ടുള്ളത്? നമുക്ക് ഏറ്റവും പ്രധാനം IT മേഖല ഇപ്പോൾ പൂർണ്ണമായി സർക്കാർ, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ അടുത്ത ഫേസ് കൂടി ഇപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴക്കൂട്ടം മേഖല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നഗരത്തിൻ്റെ എല്ലാ സാധ്യതകൾക്കും അപ്പുറം വളർന്നൊരു സ്ഥലമായിട്ട് മാറി. നമുക്ക് നഗരസഭ എന്നുള്ള നിലയിൽ നമുക്ക് അത്തരം കാര്യങ്ങൾ ഈ IT മേഖലയിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് അവിടുത്തെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ളത്. ഇപ്പോൾ പല ആളുകളും വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്കറിയാം ഇപ്പോൾ IT ഫീൽഡിൽ തന്നെ നമ്മളിപ്പോൾ ഗ്ലോബൽ അംഗീകാരമുള്ള ഗ്ലോബലി ഉയർന്നു നിൽക്കുന്ന 5 സ്ഥാപനങ്ങളാണ് ഉള്ളത്. ഞാൻ എപ്പോഴും പറയും ഈ IT ഫീൽഡിൽ നമ്മൾ പറയുന്ന പോലെ പണ്ട് ഫാങ് എന്നുള്ള വാക്കായിരുന്നു, FAANG എന്ന് പറയുന്ന വാക്കായിരുന്നു. ഇപ്പോൾ ഫേസ്ബുക്കിൻ്റെ അത് മെറ്റ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് അത് മാങ് എന്ന വാക്കിലേക്ക് അത് മാറി. അപ്പോൾ മെറ്റ, ആപ്പിൾ, ആമസോൺ, നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ എന്നിങ്ങനെയാണ് മാങ് എന്ന് പറയുന്ന, അതായത് IT മേഖല കൈയടക്കിയിരിക്കുന്ന ഗ്ലോബലി കൈയടക്കിയിരിക്കുന്ന കമ്പനികളുടെ പേരങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കമ്പനികൾ കേരളത്തിലേക്ക് വരാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തണം എന്നുള്ളത് പലപ്പോഴും യുവജനങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ ചർച്ചയായിട്ട് വരാറുണ്ട്. ഞാനും പലപ്പോഴും പല വായനയിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. അത്തരം സ്ഥാപനങ്ങൾ, അത്തരം കമ്പനികൾ കേരളത്തിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ കഴിയണം എന്നുള്ളതാണ്. അതുപോലെ അപ്പോൾ അത്തരത്തിൽ ഒരുപാട് കമ്പനികൾ, ഇപ്പോൾ ഇത് നമ്മളൊരു ഗ്ലോബലി അംഗീകാരം കിട്ടിയ അല്ലെങ്കിൽ ഗ്ലോബലി ഉയർന്നു നിൽക്കുന്ന കമ്പനികൾ പറയുന്നത് പോലെ തന്നെ IT മേഖലയ്ക്ക് ഒരുപാട് സാധ്യതകൾ കണ്ടെത്തിയ ഒരു ഇടമായി കേരളം മാറുമ്പോൾ അതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. ഒരു തദ്ദേശ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്, അതിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ ഹൈവേ നമ്മൾ 2 സൈഡും നോക്കിക്കഴിഞ്ഞാൽ ഭവന സമുച്ചയം മുതൽ ഇപ്പോൾ ഫ്ലാറ്റുകൾ ഉൾപ്പെടെ അവിടുത്തെ ഒരു ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ പെട്ടെന്നാണ്. 5 വർഷം എന്നും പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നു 2 വർഷം കൊണ്ട് തന്നെ വളരെ മാറ്റം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിൽ നഗരസഭയ്ക്ക് ഒരുപാട് സംഭാവനകൾ, ഞാൻ പറഞ്ഞതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ നഗരസഭയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, കാരണം പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ എടുത്തിട്ടുള്ള സ്ഥലത്താണ് ഇനി ഡെവലപ്മെൻറ്റുകൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നഗരസഭയുടെ തീർച്ചയായും നഗരസഭയും അവിടുത്തെ പഞ്ചായത്തും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ നമുക്ക് കഴിയും. ഇനി തിരുവനന്തപുരത്ത് ഏറ്റവും ഇപ്പം മുഖ്യമന്ത്രി അടക്കം ഷെയർ ചെയ്തൊരു കാര്യമാണ് മെട്രോ വരുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിഴിഞ്ഞം ഒരു മാരിടൈം ട്രാൻസ്പോർട്ട് ഹബ്ബായി മാറുന്നു. അപ്പം മൊത്തത്തിൽ തിരുവനന്തപുരത്തിൻ്റെ ഈ ഒരു ഫേസ് തന്നെ മാറാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ലോക ഭൂപടത്തിൽ പോലും ഇടം പിടിക്കുന്ന, ഇപ്പോഴും ഇടം പിടിച്ചിട്ടുണ്ട്, ഇനിയും ഇതിൽ കൂടുതൽ ഇടം പിടിക്കാൻ പോകുന്ന ഒരു നഗരമായിട്ട് തിരുവനന്തപുരം വളരാൻ പോവുകയാണ്. അപ്പം അതിനകത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ കണക്ടിവിറ്റി, ഈ റോഡുകൾ. അപ്പം അതിനകത്തിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെ വരുന്നു. അപ്പം എന്തൊക്കെയായിരിക്കും ഒരു ഭാവിയിൽ ഇനി ചെയ്ത് തീർക്കാൻ ബാക്കി ഉണ്ടായിരുന്ന പദ്ധതികൾ, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്ന് പറയാമോ? വിഴിഞ്ഞം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണല്ലോ. നമ്മളിപ്പോൾ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്, ഓരോ മനുഷ്യൻ്റെയും ഒരു ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഘടകമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. വിഴിഞ്ഞത്ത് ഒരുപാട് പദ്ധതി, എനിക്ക് തോന്നുന്നു ഈ ഭരണസമിതി വന്നതിന് ശേഷമാണ് എല്ലാ തരത്തിലുള്ള ഉദ്ഘാടനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് ഇവിടെ പോകുമ്പോൾ ഞാനിതിനെ കാണുന്നത്. ആ വളർച്ച ഒരു നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നതിനേക്കാൾ പെട്ടെന്നുള്ളൊരു വളർച്ചയാണ്. ആ വളർച്ച കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ ആയതുകൊണ്ട് മാത്രം സാധ്യമായതാണ്. നമ്മൾ ചിന്തിച്ചു നോക്കാം, മറ്റൊരു സർക്കാരാണ് എങ്കിൽ ഇങ്ങനൊരു പദ്ധതി തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടാവില്ല എന്നുള്ളത് എഴുതി വെക്കണം. ഇത് എഴുതി വെക്കണം ശരിക്കും. കാരണം സാധാരണക്കാർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത അത്രയും വലിയ വികസനമാണ് വിഴിഞ്ഞം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കഴക്കൂട്ടം മേഖല പറയുമ്പോൾ തൊട്ടിപ്പുറത്തുള്ള വിഴിഞ്ഞത്തിൽ നടന്നിട്ടുള്ള വികസനം എന്ന് പറയുന്നത് ഒരു പെട്ടെന്നുണ്ടായ വലിയൊരു മാറ്റമാണ്. അതിലിപ്പോൾ ഔട്ടർ റിംഗ് റോഡാകട്ടെ, ഇപ്പോൾ വിഴിഞ്ഞം വന്നതോടുകൂടി ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത നിലവാരമാണ്, വിഴിഞ്ഞത്തെ പദ്ധതി വന്നതോടുകൂടി ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതമാണ് മെച്ചപ്പെടുന്നത്. അപ്പോൾ നമ്മളൊരു 5 വർഷം മുമ്പ് അവിടുത്തെ ജനങ്ങൾ ജീവിച്ച സാഹചര്യത്തിലല്ല അവരിന്ന് ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ജനങ്ങളുടെ ജീവിതവുമായി കണക്ട് ചെയ്തിട്ടാണല്ലോ. നമ്മൾ ഏത് പദ്ധതി ചെയ്താലും എല്ലാത്തിൻ്റെയും ബെനിഫിഷ്യറി എന്ന് പറയുന്നത് ജനങ്ങളാണ്. അപ്പോൾ അവിടെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ, പെൺകുട്ടികൾ, ആ മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ നിന്ന് മക്കളായിട്ടുള്ള ആളുകളാണ് അവിടെ പഠിച്ച് പല ഇതിൻ്റെ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ട്രക്ക് ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള ഓട്ടോമേറ്റഡ് സാധനമാണ് അത്. അതിൻ്റെ സോഫ്റ്റ്വെയർ ഉൾപ്പെടെ കൺട്രോൾ ചെയ്യുന്നത് അവിടെ നിന്ന് പഠിച്ചു വന്ന സ്ത്രീകളായിട്ടുള്ള പെൺകുട്ടികളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ വന്നിട്ടുള്ള മാറ്റം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ മാത്രം കണ്ടെത്തുന്ന ചില കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഞാൻ വലിയ സന്തോഷത്തോടു കൂടി കാണുന്നു. ഈ പറഞ്ഞതുപോലെ ഔട്ടർ റിംഗ് റോഡാകട്ടെ, അവിടുത്തെ എല്ലാ റോഡുകളും ഇപ്പോൾ നല്ല റോഡാണ്. ഇപ്പോൾ നിലവിലുള്ള റോഡുകളെല്ലാം എല്ലാ റോഡുകളും, നമ്മൾ വിഴിഞ്ഞത്തേക്ക് പോകുന്ന റോഡാകട്ടെ, ഏത് റോഡാണെങ്കിലും നഗരസഭ ഇടറോഡുകൾ ഉൾപ്പെടെ ഏറ്റവും നല്ല നിലവാരമുള്ള റോഡുകളാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഈ ഔട്ടർ റോഡ് പദ്ധതി കൂടി വന്നു കഴിയുമ്പോൾ നമുക്കൊരു വലിയൊരു ഫേസ് ഷിഫ്റ്റ്, നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു മാറ്റം തിരുവനന്തപുരത്തുണ്ടാകും. മെട്രോ, ഇപ്പോൾ മെട്രോയ്ക്ക് വേണ്ടി ഈ തിരുവനന്തപുരത്തെ പല ആളുകളും
നമ്മൾ എന്ത് കാര്യം ചിന്തിച്ചാലും മെട്രോയെ പറ്റിയാണ് സംസാരിക്കുക. എന്ത് കാര്യം പറഞ്ഞാൽ, ഏത് വികസനം പറഞ്ഞാലും, ഈ പാർക്കിന്റെ ഉദ്ഘാടനത്തിന്റെ പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ താഴെ മെട്രോ എന്നുണ്ടാവും. അപ്പോൾ മെട്രോ എന്നുള്ള ഒരു ആശയത്തിലേക്ക് സർക്കാർ വളരെ വലിയ പ്രവർത്തനം നടത്തി. ഇപ്പോൾ തിരുവനന്തപുരത്ത് മെട്രോ സാധ്യമാക്കണമെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ഈ അലൈൻമെൻറ്റ് എങ്ങനെയായിരിക്കണം, ഇതിൻ്റെ റൂട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മൾ ഒരുപാട് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം തിരുവനന്തപുരം ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ ഉൾപ്പെടെയുള്ള 2 ലക്ഷത്തിലധികം വരുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ പല കാരണങ്ങളാൽ തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന ജനതയുള്ള സ്ഥലമാണ്. അപ്പോൾ അവരുടെ ജീവിത ആവശ്യങ്ങൾ എന്താണ്? ഇപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടാകാം, മറ്റ് പഠിക്കാൻ പോകുന്നവരുണ്ടാകാം. അങ്ങനെയായിരിക്കണം മെട്രോ ഉണ്ടാകേണ്ടത്. അല്ലാതെ ആരും പോകാത്ത വഴിയിൽ മെട്രോ വെച്ചിട്ട് കാര്യമില്ല. അപ്പോൾ മെട്രോയ്ക്ക് വേണ്ടി വലിയ ചർച്ചകൾ നടന്നു. അതിന് മുഖ്യമന്ത്രിയാണ് നേതൃത്വം വഹിച്ചത്. മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത അത്രയും തരത്തിലുള്ള പ്രവർത്തനം ഏറ്റെടുത്തത് മുഖ്യമന്ത്രിയും സർക്കാരുമാണ്. പിന്നെ പറയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും മറ്റു ചിലർ അതിൻ്റെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി നിൽക്കുമെങ്കിൽ പോലും അതിൽ വലിയ എഫേർട്ട്, കാരണം നമ്മൾ വളരെ അടുത്ത് നിന്ന് കാണുകയാണ് ആ കാര്യം. നമ്മളെ ഉൾപ്പെടെയുള്ള ആളുകളെ യോഗം വിളിച്ചു ചേർക്കുമ്പോൾ അതിനകത്ത് സർക്കാരിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ മുഖ്യമന്ത്രി വലിയ എഫേർട്ട് എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പദ്ധതികൾ തയ്യാറാക്കി. ഒരു ഘട്ടത്തിൽ ഈ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തിരുന്ന അലൈൻമെൻറ്റിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരുണ്ട്. ഞാൻ ആ യോഗത്തിൽ പങ്കെടുക്കുന്ന ആളായതുകൊണ്ടാണ് എനിക്ക് പറയാൻ കഴിയുന്നത്. ഒരു പൊതുപരിപാടിയിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ തിരുവനന്തപുരത്തെ MP മുഖ്യമന്ത്രി അടുത്ത് പറഞ്ഞു ഇങ്ങനെയൊന്നും മെട്രോ നടത്താനേ പറ്റില്ലെന്നാണ് പറഞ്ഞത്. ഞാൻ കേട്ടോണ്ടിരിക്കും, ഒരു ലിഫ്റ്റിലാണ്. അപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹം പെട്ടെന്ന് എല്ലാ കാര്യത്തിനും അങ്ങനെ തിരിച്ച് മറുപടി പറയുന്ന ഒരാളല്ലാത്തതുകൊണ്ട് അദ്ദേഹം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം വിട്ടു. പക്ഷേ ഇതിൻ്റെ അലൈൻമെൻറ്റ് ഫിക്സ് ചെയ്യുന്ന കാര്യത്തിലാകട്ടെ, അപ്പോൾ പല താല്പര്യങ്ങൾ വരുമല്ലോ ഒരു പദ്ധതി വരുമ്പോൾ. ആ താല്പര്യങ്ങൾക്കൊന്നും നിൽക്കാതെ ജനങ്ങൾക്ക് എന്താണ് ഉപയോഗപ്പെടുന്നത്, ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ കഴിയുന്നത് എന്ന താല്പര്യം മാത്രമേ സർക്കാരിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിൽ പൂർണ്ണമായി നഗരസഭയ്ക്ക് ഒപ്പം നിൽക്കാൻ കഴിഞ്ഞു. മെട്രോയ്ക്ക് അലൈൻമെൻറ്റ് ഇപ്പോൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതൊരു സസ്റ്റൈനബിൾ മാതൃകയായിരിക്കണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. കാരണം തിരുവനന്തപുരത്ത് അത്തരത്തിലൊരു ആശയം കൊണ്ടുവരുമ്പോൾ നമ്മൾ മെട്രോയും ഇപ്പോൾ നമ്മുടെ പൊതു ട്രാൻസ്പോർട്ടേഷനെ, അതായത് ഒരു നമ്മുടെ പൊതു ഗതാഗതത്തെ എന്തുകൊണ്ടാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്? അതിൽ വാഹനങ്ങളുടെ, സ്വകാര്യ വാഹനങ്ങളുടെ ഉപയോഗം കുറയുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ പല സ്ഥലത്തും പോകുന്നത് ബ്ലോക്ക് കാരണം ചിലപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് തന്നെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ അത്തരം സ്വകാര്യ ട്രാൻസ്പോർട്ടേഷനെ കുറയ്ക്കുക. ഇപ്പോൾ നമ്മൾ പറയും പണ്ട് കാർ പൂളിംഗ് എന്നൊക്കെ പറയും. അതായത് ഒരു വീട്ടിൽ നിന്ന് ഒരേ ദിശയിലേക്ക് ഒന്നിലധികം ആളുകൾക്ക് പോകണമെങ്കിൽ സമയം ഒന്ന് ക്രമീകരിച്ച് ഒരു വാഹനത്തിൽ, നമ്മൾ പഠിക്കുമ്പോൾ പണ്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ വാഹനത്തിൽ ഒരു വാഹനത്തിൽ തന്നെ പരമാവധി ആളുകൾ വീട്ടിൽ നിന്ന് പോയാൽ നമുക്ക് വാഹനത്തിൽ നിന്നുണ്ടാകുന്ന മലിനീകരണം ഉൾപ്പെടെ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ പൊതു ഗതാഗതത്തിന് ഏറ്റവും ഒരാകുന്ന രീതിയിൽ ഒരു ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ മെട്രോ മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ് ലൈഫ്. അപ്പം നമ്മളിപ്പം കണ്ടിരുന്നു കൊച്ചിയിൽ തുരുത്തിയിലൊരു ഫ്ലാറ്റ് സമുച്ചയം തന്നെ ഉണ്ടാക്കി. അതൊരു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ രാജാജി നഗർ ഉൾപ്പെടെയുള്ളിടത്ത് തിരുവനന്തപുരത്തും സമാന മാതൃകയിൽ ഫ്ലാറ്റുകൾ വരുന്നുണ്ട്. അപ്പം കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ എത്ര കുടുംബങ്ങൾക്കാണ് ഈ ലൈഫിലൂടെ ഭവനവും അതുപോലെ തന്നെ സ്ഥലവും ഉൾപ്പെടെ നൽകാനായി? അതൊരു വലിയ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന ഒരു പദ്ധതിയല്ലേ? വലിയൊരു നേരത്തെ വികസനങ്ങൾ നമ്മൾ പറയുമ്പോൾ ഇതൊരു വികസനത്തിൻ്റെ ഭാഗമാണെങ്കിൽ ഒരു ജനക്ഷേമ പ്രവർത്തനമാണിത്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ലൈഫ് ഭവന പദ്ധതി പ്രകാരവും മറ്റ് ഫണ്ടുകൾ ഉപയോഗപ്പെടുത്തി, ഇപ്പോൾ പ്ലാൻ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി, ഓൺ ഫണ്ട് ഉൾപ്പെടുത്തി ഏറ്റവും കൂടുതൽ വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് തിരുവനന്തപുരം നഗരസഭയാണ്. അതിൽ ഈ ഭരണസമിതി വന്നതിന് ശേഷം തന്നെ 5000-ഓളം ആളുകൾക്ക്, ഇപ്പോൾ അവസാനം ഒരു ഘട്ടത്തിൽ ഞാൻ പരിശോധിക്കുമ്പോൾ 5000-ൽ കൂടുതൽ ആളുകൾക്കാണ് നമുക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ചിലരെങ്കിലും പറയും ഈ ഭരണസമിതി എന്ന് വെച്ചാൽ അത്രയല്ലേ പറ്റുള്ളൂ എന്നാണ് ചോദിക്കുക. നമ്മൾ ആലോചിക്കും, ഒന്നുമില്ലാതെ ഇടത്തു നിന്ന് ആരംഭിച്ച് ഇപ്പോൾ കേരളത്തിൽ തന്നെ 4 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. അപ്പോൾ ഈ പദ്ധതികളെല്ലാം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞവരാണ് ഈ പദ്ധതിയിൽ നിങ്ങൾ ഇത്ര വീടല്ലേ കൊടുത്തോളൂ എന്ന ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ കൊച്ചിയിലെ മാതൃക, അത് എനിക്ക് എപ്പോഴും അഭിമാനം തോന്നുന്നൊരു കാര്യം, അനിലേട്ടൻ്റെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പ്രവർത്തനം. ഇതുപോലെ നമ്മളിപ്പോൾ കൊച്ചിയിലത് ഒരു വലിയ ശ്രദ്ധയായതുകൊണ്ട് നമ്മൾ അവിടെ ചർച്ച ചെയ്യുന്നു. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും വീടുകൾ ഒരുമിച്ച് നിർമ്മിക്കാന്ന് പറഞ്ഞാൽ ഒട്ടും സാധ്യമായ കാര്യമല്ല. പ്രത്യേകിച്ച് കൊച്ചി പോലെ ഡെൻസിറ്റി കൂടുതലാണ്, തിരുവനന്തപുരത്തേക്കാൾ ഡെൻസിറ്റി ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊരു സാധ്യമായ കാര്യമല്ല ഇതൊന്നും. പ്രത്യേകിച്ചും ഒരു പണ്ട് കോളനി എന്നൊക്കെ പറയുന്ന വാക്കുകൾ ഇന്ന് അതുപോലുമില്ല, ആ വാക്കുകൾ പോലുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ കൊച്ചിയിലാകട്ടെ, ഇപ്പോൾ നമ്മൾ ഏത് തദ്ദേശ സ്ഥാപനം എടുത്താലും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഈ മേഖലയിൽ ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
നഗരസഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് എൻ്റെ ഏറ്റവും പ്രയോറിറ്റി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ വീട് പൂർത്തിയാക്കാൻ കഴിയാത്തവർ നമ്മുടെ മുന്നിൽ വരും. പല കാരണങ്ങളുണ്ടാവും. ഇപ്പോൾ വാഹനം പോകാത്ത സ്ഥലങ്ങളുണ്ടാവും. പിന്നെ സാധാരണക്കാരാണ്, അവരെപ്പോഴും ഇങ്ങനെ ഒരു പദ്ധതിക്ക് പൈസ കിട്ടുമ്പോൾ പെട്ടെന്ന് ആരെങ്കിലും കയ്യിൽ കൊടുത്ത് അതങ്ങ് ചെയ്തു തീർക്കണമെന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പൈസ തികയാതെയൊക്കെ വരുമ്പോൾ ആ പണി പോലും ചെയ്തു കൊടുത്തിട്ടുണ്ട് ചില ഇടങ്ങളിൽ നമ്മൾ. ഇപ്പോൾ എൻ്റെ ഓഫീസിലെ എൻ്റെ സ്റ്റാഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളൊക്കെ പോയി നിന്ന് ചില വീടുകൾ പൂർത്തിയാക്കാൻ വേണ്ടിയുള്ള ചില ഇടപെടൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വീട് നിർമ്മിക്കുന്ന കാര്യത്തിൽ നമുക്കുണ്ട്. ലൈഫ് പദ്ധതി എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും നമ്മൾ പറയും കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ 1.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരിക്കലും വീട് വെക്കാൻ കഴിയില്ല. അതിൽ കൂടി തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഫണ്ടും സർക്കാർ ഫണ്ടും കൂടി ചേർത്താണ് ഇത്തരം വിശാലമായ നിലയിലേക്കുള്ള ഒരു ഇടപെടൽ കേരളത്തിൽ നമുക്ക് നടത്താൻ വേണ്ടി കഴിയുന്നത് എന്നത് പ്രധാനമാണ്. അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടാകുക എന്നുള്ളത് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്കിൽ എഴുതി. അതെ 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 അതെ, അതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ജീവിക്കുന്ന ഒരാൾക്ക് അതിന്റെ പ്രാധാന്യം മനസ്സിലാവുള്ളൂ. നമ്മൾ എത്രത്തോളം അതിന് ഒരു അറ്റാച്ച്ഡ് ആണ് ആ കാര്യത്തിൽ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അത് നല്ലൊരു വീട്ടിൽ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നും ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്നുവെച്ചാൽ വിമർശിക്കുന്ന ആളുകൾക്ക് ഇതിനും വിമർശനം കണ്ടെത്തുന്ന ആളുകളുണ്ടല്ലോ അത്തരത്തിൽ. അപ്പോൾ അതൊരു കാര്യമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതൊരു കാര്യം തന്നെയാണ്. കാരണം ഞാനിത് നമ്മുടെ ലൈഫിലൊക്കെ ഇത്തരം വിഷയങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ പല വീടുകളും പൂർത്തിയാക്കിയതിനു ശേഷം സർക്കാരിൻ്റെ പ്രഖ്യാപനം വരുമ്പോൾ ഇപ്പോൾ 1-2 തവണയായി മുഖ്യമന്ത്രി ഏതെങ്കിലും വീട്ടിൽ പോയി, അതൊരു പൊതുയോഗമായിട്ട് എടുക്കാതെ ഏതെങ്കിലും വീട്ടിൽ പോയി അതിൻ്റെ, ഇവിടെ തിരുവനന്തപുരത്ത് നമ്മൾ പാലുകാച്ച് എന്ന് പറയും, പാലുകാച്ച് നടത്തിയിട്ടാണ് അതിൻ്റെ ഭാഗമാവുന്നത്. അവരുടെ കണ്ണൊക്കെ നിറഞ്ഞ് മുഖ്യമന്ത്രിയോട് ഇങ്ങനെ അവർ ഒരു നന്ദി പറയുന്ന ഒരു രംഗം, അത് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്വമുള്ള ഒരാൾക്കും അത് മറക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ, ഞാൻ 2 ഘട്ടങ്ങളിൽ അത് കണ്ടിട്ടുണ്ട്. 2 തവണ ഞാൻ അത് കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി നേരിട്ട് വന്ന് വീട് കൊടുക്കുമ്പോൾ ആ വീട്ടിൽ നിന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തോന്നിയത് നമ്മളിപ്പോൾ ഈ ആമഴഞ്ചാൻ തോടിൽ മരണപ്പെട്ട ജോയി അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് വീട് വെച്ച് കൊടുത്തപ്പോൾ തദ്ദേശ മന്ത്രിയാണ് വന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഈ വീട് നിർമ്മിച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഒരു സന്തോഷം, അവരുടെ മുഖത്തെ ആ ഒരു പ്രസരിപ്പ്, ഇന്നു മുതൽ ഞാൻ ഈ വീട്ടിലാണ് ഉറങ്ങാൻ പോകുന്നത് എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ അതിനെ കാണുന്നത്. സിറ്റിയിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ട്രാഫിക്കാണ്. അപ്പം അതിനകത്തിൽ നമ്മുടെ നഗരസഭയുടെ നേതൃത്വത്തിൽ തന്നെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ലൈവ് മോണിറ്ററിങ്, അങ്ങനെ പല പദ്ധതികൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഒരു വലിയ മാറ്റം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് അങ്ങനെ തന്നെ പറയാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഭാഗമായി തന്നെ വേറെ ഏതെങ്കിലും പദ്ധതികൾ നഗരസഭയുടെ പരിധിയിലുണ്ടായിരുന്നോ? നമ്മൾ ഈ ഭരണസമിതി വരുമ്പോൾ നമുക്കൊരു പാർക്കിംഗ് കേന്ദ്രം, കോർപ്പറേഷനുള്ളിലെ പാർക്കിംഗ് കേന്ദ്രമാണ് നമുക്കുണ്ടായിരുന്നത്. അതിൽ തന്നെ ചില ഫയർ എഗ്നോസികൾ കിട്ടാത്ത പ്രവർത്തന രീതിയിലായിരുന്നില്ല നടത്തിവെച്ചെങ്കിൽ പോലും. അപ്പോൾ MLCPകൾ ഉണ്ടാക്കുക, മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ തമ്പാനൂരിൽ തുടങ്ങിയത്, പാളയം ട്രിഡയുടെ അവിടെ തുടങ്ങിയത്, നമ്മുടെ സാബല്യം കോംപ്ലക്സിനടുത്ത് തുടങ്ങിയത്, ഇപ്പോൾ മെഡിക്കൽ കോളേജിലും പുത്തരിക്കണ്ടത്തും ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ വാണിയംകുളം എന്ന് പറയുന്ന പണ്ടത്തെ ലോറി പാർക്കിംഗ്, ആ ലോറി പാർക്കിങ്ങിൽ ലോറിക്കും പാർക്ക് ചെയ്യാം, പിന്നെ കാറുകൾക്കും സ്കൂട്ടറുകൾക്കും പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മൾട്ടി ലെവൽ എന്നുള്ള നിലയിൽ തന്നെ എല്ലാ വാഹനങ്ങൾക്കും പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സിസ്റ്റത്തെ ഡിസ്റ്റർബ് ചെയ്യാതെ തന്നെ അവിടെയും ഇപ്പോൾ പാർക്കിംഗ് കേന്ദ്രം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് ഒരു കൊമേഴ്ഷ്യൽ വാല്യൂ ഉള്ള സ്ഥലമായതുകൊണ്ട് ഒരു കോംപ്ലക്സ് ഉൾപ്പെടെ ചെയ്തുകൊണ്ട്, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് നഗരസഭയുടെ നേതൃത്വത്തിൽ. ഇത് നമ്മൾ പറയുന്ന പോലെ ട്രാഫിക്കിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് സ്ഥലമില്ലാത്ത ഒന്ന് റോഡിന്റെ ഒരു പരിമിതി നമുക്കറിയാം. അവിടെ വാഹനങ്ങൾ പോകുന്നത് പോലെ തന്നെ സൈഡിൽ പാർക്ക് ചെയ്ത് പോവുക എന്നുള്ളത് ഒരു പ്രശ്നം, വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ തൊട്ടടുത്തുള്ള പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ അത് ഉപയോഗിക്കാൻ കഴിയുന്നത്, ഇപ്പോൾ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ഓൺലൈൻ പോർട്ടൽ വഴി തന്നെ എവിടെയൊക്കെയാണ് ഇത് വേക്കൻ്റ് ആയിട്ടുള്ളത് എന്ന് കാണാൻ വേണ്ടി കഴിയും. അപ്പം നഗരത്തിൽ തന്നെ പൊതു റോഡുകളിൽ പാർക്കിംഗ് നമ്മൾ അനുവദിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രത്യേക സാഹചര്യത്തിൽ പോലീസും കോർപ്പറേഷനും എല്ലാവരും ചേർന്ന് അത്തരം ആലോചനകൾ നടത്തുന്നു. അവിടെ തന്നെ റോഡിലെ ഈ ഗതാഗത മാർഗത്തിന് തടസ്സം വരാത്ത രീതിയിലുള്ള പാർക്കിംഗ് സിസ്റ്റമുകൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ നഗരസഭയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ICCC, അത് ഇൻ്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്റർ, അത് രൂപീകരിക്കുമ്പോൾ അതും ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു പദ്ധതിയാണ്. കാരണം കോർപ്പറേഷൻ്റെ മുന്നിലെ ഒരു ഭാഗം മാറ്റിക്കൊണ്ട് അവിടെ ഒരു വേറെ കെട്ടിടം ചെയ്യുക എന്ന് പറയുന്നത് പെട്ടെന്ന് സാധ്യമായ ഒരു കാര്യമല്ല. കോർപ്പറേഷൻ ഒരു പഴയ ബിൽഡിംഗ് ആണ്, ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടൊരു പദ്ധതിയാണ്. അത് ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ പറഞ്ഞതുപോലെ ആ പദ്ധതി മുഖ്യമന്ത്രി അദ്ദേഹം തന്ന ഒരു പിന്തുണയിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു പോയൊരു പദ്ധതിയാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ നമ്മൾ കാണേണ്ടത്, നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ സ്ക്രീനിൽ വാഹനങ്ങൾ പോകുന്നത്, അതായത് ഇതേ സിസ്റ്റം പോലീസിനുമുണ്ട്, കളക്ടറേറ്റിലും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നഗരസഭ നിർമ്മിച്ചു കൊടുത്തതാണ്. എയർ ക്യാമ്പിൽ ഉൾപ്പെടെയുണ്ട്. അതായത് വാഹനങ്ങളുടെ മൂവ്മെൻറ്റ് ഉൾപ്പെടെ, ഇനി മാലിന്യ നിക്ഷേപം നടന്നാൽ പോലും
നമുക്കിതിൽ കണക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അതൊരു പ്രധാനമാണല്ലോ. ഒരു കൺട്രോൾ സെന്റർ എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന കൺട്രോൾ സെന്ററായി ഈ കൺട്രോൾ സെന്റർ മാറി. അതുപോലെ നമ്മുടെ എയർ ക്വാളിറ്റി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എയർ ക്വാളിറ്റി, തിരുവനന്തപുരം നഗരത്തിൻ്റെ എയർ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു നഗരത്തിലെ ഏറ്റവും ശുദ്ധമായി കിട്ടുന്ന, ഏറ്റവും നല്ല ശുദ്ധമായി കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അത് നമ്മുടെ കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. അത് എയർ ക്വാളിറ്റി ഉൾപ്പെടെ മോണിറ്റർ ചെയ്യാൻ കഴിയുന്ന നിലയിലേക്കുള്ള ഒരു കൺട്രോൾ റൂമാണ് കോർപ്പറേഷനകത്ത് പ്രവർത്തിക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നാൽ, ഒരു പ്രശ്നം വന്നാൽ, ഇപ്പോൾ കോവിഡൊക്കെ നമ്മൾ അതിജീവിച്ചാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഭാവിയിൽ ഒരു ക്രൈസിസും വരാതിരിക്കട്ടെ, അത് പ്രധാനമാണ്. പക്ഷെ അങ്ങനെയൊക്കെ വന്നാൽ ഒരു സിസ്റ്റത്തെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന എല്ലാ സംവിധാനവും കോർപ്പറേഷനകത്തുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. അപ്പം ഇത്രയും വികസന പ്രവർത്തനങ്ങൾ നടത്തി ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ, ഇപ്പം ഈ വികസന പ്രവർത്തനങ്ങൾ ഇനി വരുന്ന ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും ഇടതുപക്ഷത്തിന് ഒരു മുതൽക്കൂട്ടാവുന്നത്? അത് ഇപ്പോൾ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമുള്ള ചർച്ചകൾ നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഈ ചർച്ചകളിൽ ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ BJPയും കോൺഗ്രസും നടത്തുന്ന പ്രചരണം. അതായത് ഇന്നയാൾ ഒരു ഭരണസമിതിക്ക് നേതൃത്വം കൊടുത്ത ആളെ വീണ്ടും മത്സരിപ്പിച്ചില്ല എന്നുള്ളതാണ് ചർച്ച. എന്തുകൊണ്ട് ആ ചർച്ച വരുന്നതെന്ന് നമ്മളെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ട്? ആ ചർച്ചയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിലും സർക്കാരിൻ്റെ നേതൃത്വത്തിലും നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ തരത്തിലുള്ള വിമർശനങ്ങൾ വരുന്നത്. കാരണം നമ്മുടെ സമയം മൊത്തം ഇതിന് മറുപടി കൊടുത്തു പോകും. അതായത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു ചർച്ച വരുമ്പോൾ അങ്ങനെയല്ല കാര്യം, ഇങ്ങനെയാണ് കാര്യം എന്ന് പറഞ്ഞ് ഇടതുപക്ഷത്തിൻ്റെയും ഞങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെയും സമയം കളയുക എന്നുള്ളതാണ്. അതായത് ജനങ്ങളിലേക്ക് വികസനം എത്തിക്കാൻ പാടില്ല. നടത്തിയിട്ടുള്ള വികസനം നിങ്ങൾ പറയരുത്, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം എന്ന് മാത്രമാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ നേരത്തെ പല ഇൻ്റർവ്യൂകളിൽ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന് ആ നിലയിൽ ഒരു ജനപ്രതിനിധിയായി നിൽക്കുകയോ, എപ്പോഴും ജനപ്രതിനിധിയായി നിൽക്കുകയോ മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഉൾപ്പെടെ വരുന്ന കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം, അപ്പോൾ ഞാൻ കാണുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമുക്കറിയാം 5 വർഷം മുമ്പ് ഒരു വാർഡിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ആ വാർഡ് വിട്ട് പുറത്തു പോകാൻ കഴിയില്ല നമുക്ക്. അതായത് നമ്മൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടെ നമ്മൾ പരമാവധി അവിടെ നിൽക്കണം, അവിടുത്തെ ജനങ്ങളെ മുഴുവൻ കണ്ടു തീർക്കണം എന്നുള്ള കാര്യമാണ് നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. നമുക്ക് എവിടെയും പോയി വികസനം പറയാൻ കഴിയില്ല. ഇന്ന് ഞാൻ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് 101 വാർഡിലും, ഇപ്പോൾ 100 വാർഡായിരുന്നത് 101 വാർഡായി, 101 വാർഡിലും പോയി ജനങ്ങളോട് നടത്തിയ വികസനം പറയാം എന്ന് പറ്റുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിൽക്കുന്നതെന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ചെയ്ത കാര്യങ്ങൾ പറയാൻ എവിടെയും മടിക്കേണ്ട കാര്യമില്ല. ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഭരണസമിതി ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു ചർച്ച വരരുത് എന്നുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർ ഇടതുപക്ഷത്തെ ആക്രമിച്ചുകൊണ്ട്, ഇടതുപക്ഷം സ്വാഭാവികമായും ഏത് തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നത് വികസനം പറഞ്ഞുകൊണ്ടാണ്. അതിപ്പോൾ സർക്കാരിൻ്റെ വികസനമാകട്ടെ, തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസനമാകട്ടെ, അത്ര തന്നെ പറയാനുണ്ട് നമുക്ക്. നമ്മളൊരു സംവാദത്തിലോ ഒരു സമയത്തോ പറഞ്ഞു തീരാൻ ഇപ്പോൾ തന്നെ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് ഇടതുപക്ഷം പോകരുത് എന്നുള്ളത് കൊണ്ടാണ് ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രചരണങ്ങൾ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പ്രധാനം. അപ്പോൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് ഓരോ വാർഡിൽ പോയാലും അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രം പറഞ്ഞാൽ ജനങ്ങൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കും. പിന്നെയാണല്ലോ കേന്ദ്രീകരിച്ച് പൊതുപദ്ധതികളെ പറ്റി പിന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇടതുപക്ഷം അഭിമാനത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും. പിന്നെ ഒരു പൊളിറ്റിക്കൽ ഒരു സിറ്റുവേഷൻ ആണല്ലോ. ഓരോ തെരഞ്ഞെടുപ്പിനെയും ആര് നയിക്കണം, ആരതിന് ലീഡർഷിപ്പ് വഹിക്കണം, ആരൊക്കെയാണ് അതിൻ്റെ ഭാഗമാകേണ്ടത് എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഇടതുപക്ഷത്തിനുണ്ട്. ഞങ്ങളെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ച 2020 മത്സരിപ്പിക്കാൻ ഞാൻ ഉൾപ്പെടെയുള്ള ഒരു നേതൃത്വത്തെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതുപോലെ തന്നെ 2025 തെരഞ്ഞെടുപ്പിൽ ആരെ മത്സരിപ്പിക്കണമെന്ന് ഇടതുപക്ഷത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. CPIM, എന്നെ സംബന്ധിച്ച് CPIMൻ്റെ സ്വാതന്ത്ര്യമാണ്. അതിനപ്പുറം മറ്റ് ചർച്ചകളിലേക്ക് പോകുന്നവരുടെ മനസ്സിലിരിപ്പ് ഇതാണ് എന്നുകൂടി ജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. വികസനം പറഞ്ഞുകൊണ്ട് തന്നെ വോട്ടുകൾ തേടും. ഇടതുപക്ഷത്തിന് എന്നും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്ന ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.